ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകൻ്റെ കൂടെ ആഘോഷിക്കുന്നതും ഇല്ലേ. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു. ആർക്കൊരു പ്രയാസം ഉണ്ടായില്ല. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇല്ലേ. അതൊരു അതിജീവിതയല്ലേ? ആർക്കും ഒരു ദണ്ണം ഉണ്ടായില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫംഗ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഭാഗ്യലക്ഷ്മി. ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. കോടതി അല്ലെങ്കിൽ വിധി മാറ്റിമറിക്കാൻ, കാശ് കൊടുത്ത് മാറ്റിമറിക്കാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. എന്താണ് പറയാൻ പറ്റുക? ഇതുപോലെ ദിലീപിനും ബാധിക്കരുത്. ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിലീപിനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാക്കിയ കള്ളക്കഥകളാണ് പിന്നീട് തെളിവുകൾ എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ചുമ്മാതൊരു പ്രതിയെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ദിലീപിനെ പ്രതിയാക്കിയതെന്നാണ് പറയുന്നത്? അതെ, അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ജനം ടി വി ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ. അപ്പൊ ഇത് കണക്ക് തീർത്തതാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കണക്ക് തീർക്കൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ദിലീപിനെ നശിപ്പിച്ച് അടങ്ങൂ എന്നൊരു വാശി ചാനലിലുള്ളവർക്ക്, സിനിമയിലുള്ളവർക്കും മനസ്സിലാക്കാം. ചാനലിലുള്ളവർക്ക് എന്താ ദിലീപിനോട് വാശി? അപ്പോൾ അതെന്തോ പെയ്ഡ് വാശിയാണ് എന്ന് സംശയിക്കേണ്ടി വരും. ഇപ്പം ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിയെ എന്തിനു വേണ്ടി ആയിരിക്കണം എല്ലാവരും കൂടെ ഇതിലേക്ക് പിടിച്ചിടുന്നത്? എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് ഇതിലേക്ക് പിടിച്ചിടേണ്ട ഒരു ആവശ്യമുണ്ടോ? ദിലീപിനോട് അന്യഥാ വിരോധമുള്ള ധാരാളം പേരുണ്ട്. അതുകൊണ്ടാണ് ദിലീപ് ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, വേറെ ഒരു പത്രത്തിനും കൊടുത്തിട്ടില്ല, അഥവാ കൊടുത്തത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഹിന്ദു പത്രത്തിൽ ഹിന്ദുവിൻ്റെ സുധി എന്ന കറസ്പോണ്ടൻറ്റ് അദ്ദേഹമാണ് സംസാരിച്ചത് ദിലീപുമായിട്ട്. അതിൽ ദിലീപ് പറഞ്ഞു, എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത്, അതാര് നടത്തിയെന്ന് എനിക്ക് അറിയണം, അതിനുള്ള ജഡ്ജ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് അതിനുള്ള നിയമ നടപടികൾ ഞാൻ ആലോചിക്കും. പ്രഥമ ദൃഷ്ട്യാ ദിലീപ് സൂചിപ്പിച്ചു, കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞപ്പോഴാണ് ഈ കേസിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ടാകുന്നത്. സോ ദിലീപിൻ്റെ ദൃഷ്ടിയിൽ മഞ്ജു സംശയത്തിൻ്റെ നിഴലിലാണ്. പ്ലസ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ, അത് രാമപിള്ള സാറും പറഞ്ഞു, ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലരാണെന്ന് വിചാരിക്കാൻ വരും. ഉദ്യോഗസ്ഥ ഒന്നേ ഉള്ളൂ, ബി സന്ധ്യ IPS. അപ്പോൾ അതുകൊണ്ട് ബി സന്ധ്യ IPS അവരുടെ ദൃഷ്ടിയിൽ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. പ്ലസ് കുറേ ക്രിമിനൽ പോലീസുകാർ എന്ന് പറയുന്നു, പേരൊന്നും പറയുന്നില്ല. ഇത്രയും പേരെ ദിലീപിന് സംശയമുണ്ട് എന്ന് പറയുന്നു, അവരുടെ ഒരു ഗൂഢാലോചനയാണ് എന്ന് പറയുന്നു. അത് TP സെൻകുമാർ ശരിവയ്ക്കുന്നുണ്ട്, അന്നത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകാൻ സമ്മതിക്കാതെ പിണറായി വിജയനുമായിട്ട് യുദ്ധമായി സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹം ഫേവറബിൾ ഓർഡർ വാങ്ങിച്ചിട്ട് സ്റ്റേറ്റ് പോലീസ് ചീഫായി. അതുവരെ ലോക്നാഥ് ബെഹ്റ ഇരിക്കുകയാണ്. ലോക്നാഥ് ബെഹ്റ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം. 2 മാസത്തേക്ക് മാത്രമേ സെൻകുമാർ സാറ് അവിടെ ഇരുന്നുള്ളൂ. അതുകൊണ്ട് സാറിന് ഇതിൽ ഇടപെടാൻ പറ്റിയില്ല. സാറ് 8-ാം തീയതി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ സാറ് പറയുന്നു, ഈ സ്ത്രീയെ ഉദ്ദേശിച്ചതന്നെ, ബി സന്ധ്യ IPSനെ ഉദ്ദേശിച്ചതന്നെ, അവരുടെ പേര് പറയുന്നില്ല, ബട്ട് വായിച്ചാൽ നമുക്കറിയാം അവരാണ് ഉദ്യോഗസ്ഥ. അപ്പോൾ അവരൊരു പ്രതിയെ തീരുമാനിക്കുന്നു, അതിൻ്റെ പുറത്ത് അവരങ്ങ് പ്രൊസീഡ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിലീപിനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാക്കിയ കള്ളക്കഥകളാണ് പിന്നീട് തെളിവുകൾ എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ചുമ്മാതൊരു പ്രതിയെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ചെയ്യാം. അത് ആളുകൾക്ക് നിയമവ്യവസ്ഥയിൽ പോലീസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മജിസ്ട്രേറ്റുമാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയില്ലാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എന്നെ ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം, ജയിലിൽ ചാടിയ ഒരു നക്സലൈറ്റ് ആണെന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. ഒരു കാരണം പറഞ്ഞാൽ മതി. എന്നോട് എൻ്റെ വീട്ടിലും അറിയിക്കുന്നു, നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു, 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. അതിനിടയ്ക്ക് വകുപ്പും ചട്ടം, എന്നെ തല്ലുകയോ പിടിക്കുകയൊന്നുമില്ല, ഭക്ഷണമൊക്കെ തരും. വകുപ്പും ചട്ടമൊക്കെ എഴുതിയിട്ട്
കൊലപാതകം IPC 302, ഗൂഢാലോചന IPC 120B, അന്യായമായ സംഘം ചേരൽ, രാജ്യദ്രോഹ കുറ്റം IPC 121, ആയുധം കൈവശം വയ്ക്കൽ, അത് ഇതൊക്കെ എന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് ഇത് കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോവും. പക്ഷേ എത്ര വലിയ ഭീകരനാണ് ഈ നിൽക്കുന്നത്. ഞാൻ പറയും, സാർ ഞാൻ നിരപരാധിയാണ്. ഏഴോ നിരപരാധി എന്ന് പറഞ്ഞാൽ തൻ്റെ പേരിൽ എന്തൊക്കെ ചാർജാണ് ഇരിക്കുന്നത്? റിമാൻഡ് 15 ദിവസത്തേക്ക് ഞാൻ ജയിലിൽ പോകും. വലിയ ബഹളം നടക്കും, ബട്ട് ഞാൻ ജയിലിൽ കിടക്കും. മജിസ്ട്രേറ്റ് ജാമ്യം തരില്ല. ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാലോ ഹൈക്കോടതിയും ജാമ്യം തരില്ല. കാരണം അത്ര ഹീനമായ കുറ്റകൃത്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പിന്നീട് ഞാൻ 2ാമത്തെയോ 3ാമത്തെയോ ജാമ്യാപേക്ഷയൊക്കെ വന്നു കഴിയുമ്പോൾ പോലീസ് വിഷമിക്കാൻ തുടങ്ങി. ഹൈക്കോടതിയാണെങ്കിൽ ചോദിക്കും, ഇരിക്കട്ടെ, ഇത്രയും ദിവസമല്ലേ ഈ കളവനെ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നു, എന്ത് കുന്തമാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. അപ്പോൾ എൻ്റെ വക്കീൽ പറയും, ഒന്നും കിട്ടിയിട്ട് നിരപരാധിയാണ്, വെറുതെ ജയിലിലിട്ടിരിക്കുകയാണെന്ന്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞ് ഞാനൊരു 2-3 മാസം ജയിലിൽ കിടക്കാൻ ഒരു കുഴപ്പമില്ല, എന്നെ പിടിച്ചിടാം. അങ്ങനെ ഇട്ടിട്ടുമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ദിലീപിനെ പ്രതിയാക്കിയതെന്നാണ് പറയുന്നത്. അതെ, അങ്ങനെയാണ്. ഞാൻ ഒരു ഫേമസ് കേസ്, ആളുകൾക്ക് ഈ പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. ശ്യാം ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ, ചെറുപ്പമല്ല, 40-45 വയസ്സുള്ള ആൾ. അയാളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. മാവോയിസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് ശ്യാം ബാലകൃഷ്ണൻ പിടിച്ചുകൊണ്ട് പോയത്. ഒരു 10-15 വർഷം മുമ്പാണ്. 2 ദിവസം തടവിൽ വെച്ചു. പിന്നെ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു വിട്ടു. അയാൾ ഈ FIR ക്വാഷ് ചെയ്യാൻ ഒരു കേസ് കൊടുത്തു. പ്ലസ് എന്നെ അറസ്റ്റ് ചെയ്തത് അന്യായമാണ്. FIR ക്വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തത് അന്യായമാണ്, എനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് റിട്ട് പെറ്റീഷൻ കൊടുത്തു കേരള ഹൈക്കോടതിയിൽ. 10 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞു ഹൈക്കോടതി. 10 ലക്ഷം. നിങ്ങൾ നിഷ്കളങ്കനായ ഒരു അദ്ദേഹം എന്തൊക്കെയോ കവിതയോ കഥയോ ചില്ലറ എഴുത്തൊക്കെയുള്ള ആളാണ്, പാവമാണ്, മാവോയിസ്റ്റാണെന്ന് പിടിച്ചുകൊണ്ട് പോയി. 2 ദിവസം കസ്റ്റഡിയിൽ വെച്ചതിന് 10 ലക്ഷം രൂപ പിഴയിട്ടു ഹൈക്കോടതി. ബട്ട് പോലീസ് ക്യാൻ ഡൂ ദാറ്റ്. പോലീസ് ആർ ഡൂയിങ് ദാറ്റ്. അവർ ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതാണ് അവർക്ക് പിടിച്ചുകൊണ്ട് പോകാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം വൈരാഗ്യം ഉണ്ടെങ്കിൽ ഏതൊരു പോലീസുകാരനും ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്? പറ്റും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ ദിലീപ് കേസിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കാരണവും കൂടാതെ. ദിലീപിൻ്റെ മൊബൈലിൽ നിന്ന് ഡാറ്റ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. മൊബൈലിൽ നിന്ന് ഡാറ്റ എടുത്ത് കളഞ്ഞ ആൾ കുറ്റക്കാരനാകുന്നത് എങ്ങനെയാണ്? അയാൾക്കറിയില്ല, ഞാൻ എൻ്റെ മൊബൈൽ ഡയന എടുത്തായിരുന്നു, ഡയന ഇത് ആകെ കൂടെ ഹാങ് ആയിരിക്കുന്നു. ഡയന ഇത് വാങ്ങിച്ചിട്ട് പറയുന്നു, സാർ ഇതിൽ നിന്ന് കുറേ ഡാറ്റ കളയട്ടെ, ഇതിപ്പോൾ മെമ്മറി ഫുള്ളായിട്ട് നിൽക്കുക. ഞാൻ പറയുന്നു, കളഞ്ഞേക്ക്. ഏത് കളയണം? എല്ലാം കളഞ്ഞേക്ക്, പണ്ടര ഇത് നിന്ന് റെഡിയാക്കിത്താ. ഡയന അത് കളയുന്നു. എനിക്കിത് കളയാൻ അറിയില്ല. ഡയന കുറ്റക്കാരി. നാളെ ഞാൻ ഒരു കേസിൽ പെട്ട് പുലിവാലായി. ഡയനയെ അന്വേഷിച്ച് പോലീസുകാർ പറയുന്നു, നിങ്ങൾ ഡാറ്റ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡയനയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. യു ഡോണ്ട് നോ എനിത്തിങ്. ഡയന ഇത് ഈ ടെക്നോളജി അറിയാവുന്ന ആളാണ്. മൊബൈൽ ഫോണുകൾ റിപ്പയർ ചെയ്യുക, അത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾ. എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. VPN എന്താണെന്നറിയില്ല, ഗാലറി എന്താണ്, ഗൂഗിൾ എന്താണ്, ബാക്കപ്പ് എന്താണ്, വാട്സാപ്പ് മെസ്സേജൊക്കെ ഞാൻ അയക്കുന്നുണ്ട്. ഇതൊക്കെ എവിടെ പോകുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് അറിയാം. സത്യം ഞാൻ പറയാം, എൻ്റെ മൊബൈൽ ഫോൺ എന്തെങ്കിലും കുന്തമായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മകൾക്കാണ് കൊടുക്കുന്നത്. ഇത് അനങ്ങുന്നില്ല, അച്ഛനെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് അവളത് ശരിയാക്കും. ഇങ്ങനെ മൊബൈൽ ഡാറ്റ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ടെക്നീഷ്യനെ പിടിച്ചുകൊണ്ട് പോയി. കുറേ കാലം അയാൾ ജയിലിലായിരുന്നു. ഇങ്ങനെ ഒരുപാട് തോന്നിവാസം ഈ ദിലീപ് കേസിൽ അവർ കാണിച്ചു. നിഷ്കളങ്കരായ ആൾക്കാരെ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുക, ദിലീപിൻ്റെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുക, ഡ്രൈവറുടെ അയൽക്കാരനെ അറസ്റ്റ് ചെയ്യുക, ഇതൊക്കെ അവർ വിചാരിച്ചാൽ സാധിക്കും. അയൽക്കാരനും പങ്കുണ്ട്. കാര്യം എന്താ? ഗൂഢാലോചന ഇവർ നടത്തുമ്പോൾ ഇയാളുടെ വേലിക്കരികിൽ നിന്നാണ് ഇവർ ഗൂഢാലോചന നടത്തിയത്. അപ്പോൾ ഇയാളും കേട്ട് കാണും. അതുകൊണ്ട് ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് കൊണ്ടുപോവുക, കുറേ നേരം ചോദ്യം ചെയ്യുക, പിന്നെ അറസ്റ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കുക, മജിസ്ട്രേറ്റ് റിസ്ക് എടുക്കാതെ റിമാൻഡ് ചെയ്യും. 15 ദിവസം 30 ദിവസമൊക്കെ റിമാൻഡിൽ കിടക്കും. ഇറ്റ് ഈസ് പോസിബിൾ. പോലീസുകാർക്ക് അതിൻ്റെ പവറുണ്ട്.
അതുകൊണ്ട് പോലീസ് റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടതാണ്. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ റെസ്പോൺസിബിളായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. ബട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ അവർക്ക് അറസ്റ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ, നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുമുണ്ട്. കൂടുതൽ സമയം ഇരുത്തിയൊന്നുമില്ല. ഇവിടെ വെച്ചായിരുന്നില്ല, സ്റ്റേറ്റ് വേറെ ആയിരുന്നേ ഉള്ളൂ. അതൊരു കഥ. പോട്ടെ, ഇതുപോലെ പിടിച്ചോണ്ട് പോയി. എന്നാണെങ്കിലും സെഷൻസ് കോടതി ഇപ്പോൾ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. അപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിനോട് എന്താണ് ടി.ജിക്ക് പറയാനുള്ളത്? അത് അതിജീവിതയാണ് പറയുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ കേസിൽ മാത്രമല്ല, ഭൂരിഭാഗം കേസിലും നീതി കിട്ടാറില്ല. സംഭവം നടക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ബന്ധുവിനെ ഒരാൾ കൊന്ന ആളിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. എല്ലാവരും പറയും, മോഹൻദാസിന് നീതി കിട്ടി. എന്ത് നീതി? എൻ്റെ മരിച്ചുപോയ ആൾ എണീറ്റ് വന്നോ? ഇല്ലല്ലോ, മരിച്ചുപോയത് പോയില്ലേ. മറ്റേ ആളിനെ തൂക്കിക്കൊന്നു എന്ന് പറയുന്നത് ഒരല്പം ക്രൂരമായ സംതൃപ്തിയാണ്. എൻ്റെ ആളിനെ കൊന്നു, നിന്നെ ഞാനല്ല, എൻ്റെ കോടതി സിസ്റ്റം വഴിക്ക് നിന്നെ തൂക്കിക്കൊന്നു. അത് നീതിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യെസ്, നീതി കിട്ടിയെന്ന് പറയാം. ഞാനത് നീതിയാണെന്ന് വിചാരിക്കുന്നില്ല. പല കാര്യങ്ങളിലും ക്രൈമിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടത് പോയത് തന്നെയാണ്. മറ്റേയാളെ ശിക്ഷിച്ചത് കൊണ്ട് ഇയാൾക്ക് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പക്ഷെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നീതി എന്ന് പറയുമ്പോൾ വേറൊരു സംഗതിയാണ്. എൻ്റെ ഒരു 10 സെൻറ്റ് സ്ഥലം ഡയന തട്ടിയെടുത്തു. ഞാൻ കേസ് പറഞ്ഞു 10 സെൻറ്റ് കോടതി എനിക്ക് തിരിച്ചു തരിക്കും. അപ്പോൾ എനിക്ക് നീതി കിട്ടി. എൻ്റെ പോയ 10 സെൻറ്റ് എനിക്ക് തിരിച്ചു കിട്ടി. ക്രിമിനൽ കേസിൽ അങ്ങനെയല്ല. എനിക്കേറ്റ കുത്തിയത് തന്നെയാണ്. ഞാൻ ആശുപത്രി കിടന്നു 6 മാസം, കാശും ഒരുപാട് ചിലവായി. അത് കുത്തിയത് തന്നെയാണ്. നീതി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുത്തിയില്ലാതെ ആകുന്നില്ലോ. കുത്തിയത് തന്നെയല്ലേ. അപ്പോൾ ഈ നീതി കിട്ടുക എന്നുള്ള പ്രയോഗം അത്ര നല്ലതല്ല. കേസിലൊരു തീരുമാനം ഉണ്ടായി, അത് എനിക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെ ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. അതിജീവിതയുടെ റിയാക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിജീവിതയ്ക്ക് വേണ്ടി പലരും സംസാരിച്ചു, പ്രത്യേകിച്ചും ഭാഗ്യലക്ഷ്മിയൊക്കെ. അവരെന്തോ വിപ്ലവം ഉണ്ടാക്കി രാജിവെക്കുക അങ്ങനെയൊക്കെ പോയി. ബട്ട് അതിജീവിത ഇതുവരെ ഒന്നും വേണ്ടിയിട്ടില്ല. നീതി കിട്ടുക എന്ന് പറയുന്നതിൻ്റെ നിർവചനം പോലെ ഇരിക്കും ഓരോരുത്തരും കിട്ടിയോ കിട്ടിയില്ല എന്നൊക്കെയുള്ള പറച്ചു. ബലാത്സംഗം കുറ്റകരമാണ്, അത് കൂട്ടബലാത്സംഗം ഹീനമാണ്. ഇത് കൂട്ടബലാത്സംഗമായിരുന്നു. അതിൽപ്പെട്ട 6 പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്, കുറ്റക്കാരെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശിക്ഷ ഇനിയിപ്പോൾ അടുത്ത ദിവസം വരും. അത് നീതിയാണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ പെർസെപ്ഷൻ പോലെ ഇരിക്കും. അപ്പോഴും എനിക്ക് പോയത് പോയില്ലേ. ബലാത്സംഗത്തിലും അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ദ ഡാമേജ് ഈസ് ഡൺ. യു കനോട്ട് അൺഡു ദാറ്റ്. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ അൺഡു ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇടയ്ക്ക്, ഇങ്ങനെ ആരോ ഒക്കെ കാണിച്ചിട്ട് അൺഡു. ഇത് ജീവിതത്തിലില്ല. പക്ഷെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം, ആ ഒരു അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, തെളിയിക്കാനുള്ള. തീർച്ചയായിട്ടും അതിനാണ് ക്രിമിനൽ നിയമം. ഒരാൾ കുറ്റം ചെയ്താൽ അയാൾ കുറ്റം ചെയ്തു എന്ന് അയാളെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്തിയിട്ട് അയാളെ ശിക്ഷിക്കുക. അതുകൊണ്ടാണ് നീതി നടപ്പായി എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരികയും വേണം. ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിലായിട്ട് ജഡ്ജ്മെൻ്റ് എഴുതുന്നത്. അല്ലെങ്കിൽ ജഡ്ജിക്ക് ചുമ്മാതെ ഞാൻ എല്ലാമൊക്കെ നോക്കി, ഈ ദാമോദരനും നാരായണനും കുറ്റക്കാർ, ബാക്കിയൊക്കെ പോക്കോ, ഇങ്ങനെയല്ലല്ലോ. ഓരോന്നിനും അവർ റീസൺ കാണിച്ചിട്ട് സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയും അതിന്. ദ ഓർഡർ വിൽ സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. ഒരു വിധി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വിധിയിൽ എല്ലാ സംശയങ്ങളുടെയും മറുപടി ഉണ്ടാവും. എല്ലാ സാധ്യതകളും അവർ പരിശോധിച്ചിട്ട് ഇനി ഇങ്ങനെയാകാമോ, ശരി അത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ പോസിബിലിറ്റീസും നോക്കിയിട്ടാണ് ജഡ്ജ്മെൻറ്റ് എഴുതുന്നത്. അതുകൊണ്ട് ജഡ്ജ്മെൻറ്റ് വിൽ ലീവ് ഹ്യൂജ്. ഇപ്പോൾ ഈ ദിലീപ് കേസിലെ വിധി നോക്കിക്കോ, കുറഞ്ഞതൊരു എൻ്റെ നോട്ടത്തിൽ 150-നും 200-നും ഇടയ്ക്ക് പേജസ് ഉണ്ടാകും ഈ വിധിക്ക്. പക്ഷെ ആ വിധി ഇറങ്ങുന്ന ദിവസം അരമണിക്കൂറിനുള്ളിൽ ചാനലിൽ ബഹളം തുടങ്ങും. 200 പേജ് വായിക്കാൻ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും എടുക്കും. മിടുക്കനായ ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ക്രിമിനൽ കേസ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഒരു 2 hours എടുക്കും അതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ. ഇങ്ങനെയുള്ള ജഡ്ജ്മെൻറ്റാണ് ഇത്. 10 മിനിറ്റിനകം ടി വിയിൽ ആൾക്കാർ ഹാജരാകും. എന്നിട്ട് ജഡ്ജിയെ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങും. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ.
ഒരുപാട് പേർക്ക് അതൃപ്തി ഉണ്ടാക്കിയ ഒരു കോടതി വിധിയായിരുന്നു ഇപ്പൊ ദിലീപ് കേസില്. ദിലീപിന് ഇപ്പം വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? കോടതി അല്ലെങ്കിൽ വിധി മാറ്റിമറിക്കാൻ, കാശ് കൊടുത്ത് മാറ്റിമറിക്കാൻ പറ്റില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? എന്താ പറയാൻ പറ്റാത്തത്? എന്താണ് പറയാൻ പറ്റുക? ഇതുപോലെ ദിലീപിനും ബാധിക്കരുതോ? ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയെന്ന് വെച്ചോ, അപ്പോൾ ദിലീപിനും പറയാം കാശ് കൊടുത്തിട്ട് വാങ്ങിയ ജഡ്ജ്മെൻറ്റാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കുമോ? ഈ വൈൽഡ് അലിഗേഷൻ ആർക്കും റേസ് ചെയ്യാം അല്ലേ? കോടതിക്ക് കാശ് കൊടുത്തു, കോടതി ഇന്നാരുടെ മകളാണ്, മറ്റേ ആളിൻ്റെ അയൽവക്കത്ത് താമസിച്ചതാണ്, അന്ന് അവർക്ക് ഇത് കൊടുത്തു വിടുമായിരുന്നു, വീട്ടിൽ നിന്ന് മീൻ മേടിക്കുന്നത് ഇവരായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാൻ മേലാത്ത പറയുന്നവർക്ക്? പ്രശ്നം എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിധി വന്നു. അതേസമയം ഈ പേഴ്സണാലിറ്റിയെ ചൊല്ലിയല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഇത് മാറ്റിവെക്കുക. വേറൊരു ബലാത്സംഗ കേസ് നമ്മുടെ നാട്ടിലുണ്ടായി. അതിലൊരു VIP ആയിരുന്നു, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു വേടൻ. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. വേടൻ മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു പാട്ടെഴുതിയതിന്, ഇല്ലേ? നോ ഡിസ്ക്വാളിഫിക്കേഷൻ. ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. എല്ലാവരും തിരുവനന്തപുരത്ത് ആഘോഷിക്കുകയായിരുന്നു, നോയിങ് ഫുൾ വെൽ ദാറ്റ് ഹീ ഈസ് ഇൻ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത്, ഇല്ലേ? അതൊരു അതിജീവിതയല്ലേ? ആർക്കും ഒരു ദണ്ണും ഉണ്ടായില്ലല്ലോ. അവരൊരു സാധു ഡോക്ടറാണ്, അവരുടെ ഐഡൻറ്റിറ്റി ആർക്കും അറിയില്ല, അവർ വെളിപ്പെടുത്തുകയില്ല, വെളിപ്പെടുത്താനും പാടില്ല. ബട്ട് അങ്ങനെ പ്രശസ്ത അല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീയുടെ മാനത്തിന് വിലയില്ലേ? അപ്പോൾ വേടനെ, നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ട് വേടനെ കൊണ്ട്, അപ്പോൾ വേടൻ യോഗ്യനായി. ഇവിടെ ദിലീപ് വെറുക്കപ്പെട്ടവനായി. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട് ദിലീപിനെ അകറ്റി നിർത്താൻ. ഇതുപോലെ സെലിബ്രിറ്റിയാണല്ലോ വേടനും. ചെറുപ്പക്കാരുടെ ഹരവും ഭ്രാന്തുമാണ് വേടൻ, ഇല്ലേ? അങ്ങനെ ഇരുന്ന മനുഷ്യനാണ് ഈ ഒരു കുഴപ്പത്തിൽ ചാടുന്നത്. വേറെ കുഴപ്പത്തിൽ ചാടി പുള്ളി, മയക്കുമരുന്ന്, മറ്റേ പൂലി നഖം എന്നൊക്കെ പറഞ്ഞിട്ട് മൈനർ കേസുകൾ. അന്ന് വേടൻ ക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞു, ഞാനിതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്, ഞാനത് നിർത്തി, നിങ്ങളോ ഞാനോ പെട്ടുപോയി, നിങ്ങളാരും ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസുകളുടെ ജാമ്യത്തിൽ നിൽക്കുക പുള്ളി. ആ കേസ് തീർന്നിട്ടില്ല. ആ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ബലാത്സംഗ പരാതി വേടന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. വേടനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സ്ഥിതി വന്നു. വേടന് ഒളിവിൽ പോയിട്ട് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു. മുൻകൂർ ജാമ്യം കിട്ടി. പാസ്പോർട്ട് പിടിച്ചു വെച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേടൻ വീണ്ടും കോടതിയിൽ പോയി, എനിക്ക് പാസ്പോർട്ടൊന്നും തരണം, എനിക്ക് ഫോറിനൊരു പ്രോഗ്രാം ഉണ്ടെന്ന്. കോടതി അതും അനുവദിച്ചു. ഇത് ദിലീപായിരുന്നെങ്കിൽ എന്തെല്ലാം ബഹളം നടന്നേനെ. വേടനായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. വേടൻ ഫോറിനിൽ പോയത് ആരും അറിഞ്ഞില്ല. വേടൻ ഡെപ്പോസിറ്റ് ചെയ്ത പാസ്പോർട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വാങ്ങിയത് ആരും അറിഞ്ഞില്ല. വേടൻ ഈസ് എ VIP. ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫംഗ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലേ? ഇപ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഭാഗ്യലക്ഷ്മി, ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യില്ല, പാവമാണ്. ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. ആ വേടൻ്റെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് ജീവിതം തൊലഞ്ഞ ഒരു അതിജീവിത ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അത് കണ്ടില്ല. ഞാൻ കുറ്റം പറയില്ല, ബിക്കോസ് ഭാഗ്യലക്ഷ്മി ഇമോഷണലി ഈ അതിജീവിതമായിട്ട് അറ്റാച്ച്ഡാണ്. മറ്റേ അതിജീവിതയുടെ കാര്യമേ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ തലയിൽ കയറില്ല. സ്വാഭാവികമാണ്, മനുഷ്യരൊക്കെ അങ്ങനെയാണ് പെരുമാറുന്നത്. ഞാനിത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ, അല്ലാതെ ഭാഗ്യലക്ഷ്മി ഒരു ദുഷ്ടയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ഞാനീ പറയുന്നത്. ഹൗ പീപ്പിൾ മൈൻഡ്, ഈ നരേറ്റീവ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും. ഹീനമായൊരു കുറ്റത്തെ നിങ്ങൾക്ക് വെള്ളപൂശാൻ പറ്റും. അതേ രീതിയിൽ നടന്ന ഹീനമായൊരു കുറ്റത്തെ നിങ്ങൾക്ക് മഹാപാപമായിട്ട് ചിത്രീകരിക്കാനും പറ്റും. ഇത് രണ്ടും ഒരേ ആളെ കൊണ്ട്, ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകൻ്റെ കൂടെ ആഘോഷിക്കുന്നതും, ഇല്ലേ? ഇത് രണ്ടും ഭാഗ്യലക്ഷ്മി തന്നെ ചെയ്യുന്നു. ഭാഗ്യലക്ഷ്മി കാപടികയായതുകൊണ്ടല്ല, കാപട്യം ഇല്ലാത്തവളാണ്, ഈ നരേറ്റീവിൻ്റെ ഇരയാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ്. എന്തുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ കൂടെ വേറെ ആരും അങ്ങോട്ട് രാജിവെക്കാഞ്ഞത്? അവർ ഈ നരേറ്റീവിൽ പെട്ടിട്ടില്ല. ശ്വേതാ മേനോൻ സ്ത്രീയല്ലേ?
അവരല്ലേ അമ്മയുടെ AMMAയുടെ പ്രസിഡൻറ്റ്. അവർക്കെന്താ അതിജീവിതയോട് സ്നേഹമില്ലേ? അവർ ദുഷ്ടയാണോ? അല്ലല്ലോ. അവരൊന്നും മിണ്ടാത്തത് എന്താ? ഇതിനകത്ത് ന്യായം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ചീത്ത വിളി തുടങ്ങും, ഭയങ്കര ബഹളം തുടങ്ങും. തുടങ്ങിയില്ലെങ്കിൽ ചാനലുകാർ തുടങ്ങിപ്പിക്കും. ചാനലിൽ വാശിയുള്ളവരുണ്ടല്ലോ, ചാനൽ ആങ്കർമാരെ എനിക്ക് തോന്നുന്നു ജനം TV ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് അങ്ങ് തുടങ്ങും ബഹളം. സോ യു ഹാവ് ദിസ് പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി. ഈ സെലിബ്രിറ്റീസിനെ ആൾക്കാർ പ്രത്യേകിച്ചൊരു ആഹ്വാനവും ഇല്ലാതെ തന്നെ ക്യാമ്പയിൻ നടത്തി നശിപ്പിക്കാൻ നോക്കും. ഇപ്പം മറ്റൊരു പ്രശ്നം ഉയർന്നു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ വലിയൊരു ഗ്യാങ്ങിനെ പറ്റി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സിനിമാ രംഗത്ത് ദിലീപിനെ തകർക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ കാര്യം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ ഒരു അതിജീവിതയുടെ അല്ലെങ്കിൽ ഈ ഒരു കേസ് മറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം വരുന്ന ഒരു ഇതാണ് മട്ടാഞ്ചേരി മാഫിയയുടെ കേസ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, പലവിധ താല്പര്യങ്ങൾ ഈ സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പലരും ആക്ട് ചെയ്യും. എന്നെ ഒന്ന് കൊച്ചാക്കണം എന്ന് ഡയനയ്ക്ക് ആഗ്രഹമുണ്ട്. ഒരു വഴിയും കാണുന്നില്ല. പലരോടും ആലോചിച്ച് എങ്ങനെയാണ് ആ കക്ഷിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും കിട്ടുന്നത്. അപ്പോഴാണ് വേറൊരു കാരണം കൊണ്ട് ഞാൻ കുഴപ്പത്തിലാകുന്നു, എന്നെ പോലീസ് പിടിക്കുകയൊക്കെ ചെയ്യുന്നു. ഡയന ഉടനെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു, ആ TG മോഹൻദാസ് ആപ്പിലായിട്ടുണ്ട് കേട്ടോ. ആപ്പിലായോ? കൊള്ളാം. ഇടി നീ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്, എനിക്ക് നേരെയില്ല, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ പിന്നെ ഞാൻ തന്നെ ചെയ്യാമെന്ന് പട്ടപ്പെട്ടെ ഡയനയുടെ ഫ്രണ്ട്സും ഒക്കെ കൂടെ ഫേസ്ബുക്കിൽ അങ്ങോട്ട് എന്നെപ്പറ്റി ഇല്ലാത്തതൊക്കെ പറഞ്ഞൊക്കെ ചെയ്യും. കാരണം അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ എതിർക്കാൻ ആളുണ്ടാവും. നിങ്ങൾ ആ പാവം മനുഷ്യനെ എന്തിനാ പാവം ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പം ഞാൻ ഓൾറെഡി ഒരു കുഴപ്പത്തിൽ പെട്ടു, അതിൽ ഞാൻ കുറ്റക്കാരനല്ല അല്ലേ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമല്ലേ. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുഴപ്പത്തിലായി. അപ്പോൾ പിന്നെ ഡയനോട് ആരും ചോദിക്കില്ല ഇയാളെ ഉപദ്രവിക്കുന്നത് എന്തിനാണ്. ഇതാണ് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഡയന കാരണമല്ല ഞാൻ കുഴപ്പത്തിലായിരിക്കുന്നത്, കുഴപ്പത്തിലാവാൻ കാരണം വേറെ ആളാണ്. ഡയന കണക്ക് തീർക്കുകയാണ്. ഇത് സംഭവിക്കും. ഈ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റടി സംശയിച്ച് ഒരാളെ പോലീസുകാർ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ വട്ടം കൂടി നിന്നിട്ട് എല്ലാവരും കൂടി ഇയാളെ ഇടിക്കും. അയാൾ പോക്കറ്റ് അടിച്ചോ ഇല്ല, പോലീസുകാരൻ പറയും തല്ലല്ലേ ഞങ്ങൾ ചോദ്യം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കും. ഈ മനോഭാവം ഇത് കണക്ക് തീർത്തതാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കണക്ക് തീർക്കൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. മാഫിയ സിനിമയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് മാഫിയ. വി ആർ അണ്ടർ മാഫിയ. ഫാരിസ് അബൂബക്കർ, VS അച്യുതാനന്ദൻ്റെ വെറുക്കപ്പെട്ട വ്യവസായി, പിണറായി വിജയൻ്റെ വളരെ അടുത്ത ദോസ്ത്, ഞാൻ പറഞ്ഞു കേട്ടതാണ്. ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ ഓഫീസിൽ എഴുതി വെച്ചിട്ടുണ്ട് പോലും, ഗവൺമെൻറ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മാഫിയ, പേ ഇറ്റ്. വലിയ മാഫിയ ഗവൺമെൻറ്റാണ്, ചോദിച്ച കാശ് കൊടുത്തേക്കണം അല്ലെങ്കിൽ നശിപ്പിക്കും നമ്മൾ. അതുകൊണ്ട് ഗവൺമെൻറ് ഡിമാൻഡ് ചെയ്താൽ അപ്പോൾ കാശ് കൊടുക്കണം. ഇത് ഗവൺമെൻറ് ബിഗ്ഗസ്റ്റ് മാഫിയ. അതിന് താഴെയുള്ള മാഫിയകൾ സിനിമയിലുണ്ട്, വ്യവസായ രംഗത്തുണ്ട്. എന്തിന് ഡയനയോട് ഞാനൊരു കാര്യം പറയട്ടെ, തട്ടുകട മാഫിയ ഉണ്ട് എറണാകുളത്ത്. ഒരു മാഫിയ തലവൻ്റെ അനുവാദമില്ലാതെ എറണാകുളത്ത് തട്ടുകടയിട്ട് ജീവിക്കാൻ പറ്റില്ല. റോഡ് സൈഡിൽ കച്ചവടം നടത്താൻ പറ്റില്ല. യു ഹാവ് ടു പേ മാഫിയ. ചവർ നീക്കത്തിന് മാഫിയ ഉണ്ട്, കുടിവെള്ള മാഫിയ ഉണ്ട്. അപ്പോൾ പിന്നെ സിനിമയിൽ മാഫിയ ഇല്ലാതിരിക്കുമോ? സിനിമയിൽ മാഫിയ ഉണ്ട്, അവർ വെറുതെ ഇരിക്കുമോ? ഇല്ല. മട്ടാഞ്ചേരി മാഫിയ എന്ന്, ഞാനൊരു മട്ടാഞ്ചേരിക്കാരനാണ്. മട്ടാഞ്ചേരിയാണോ ഫോർട്ട് കൊച്ചിയാണോ എന്ന് സംശയമുള്ളൊരു സ്ഥലത്താണ് ഞാൻ. വേണമെങ്കിൽ മട്ടാഞ്ചേരി എന്നോ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി എന്നും പറയാം. അപ്പം ഞാൻ പലരോടും ചോദിച്ചു, എൻ്റെ സ്ഥലത്തെയാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞ്. ഞാനാണെങ്കിൽ അവിടെ ചുമ്മാത്തേക്ക് കൂടെ നടക്കുന്നു, അവിടെ ഒരു മാഫിയ ഞാൻ കാണുന്നുമില്ല. മാഫിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കല്പം ഉണ്ടല്ലോ, റോഡിലൊക്കെ ഇങ്ങനെ കൊമ്പം മീശയൊക്കെ വെച്ച ആൾ എവിടെ പോകുന്നടാ മര്യാദയ്ക്ക് നടക്കണം, ഒരു 10 രൂപ ഇട് എന്നൊക്കെ പറയുന്ന ഒരു ഇതായിട്ടാണ് മാഫിയ എൻ്റെ മനസ്സിൽ. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ചേട്ടാ അതിന് മട്ടാഞ്ചേരി എന്ന സ്ഥലവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അത് അവിടെ നിന്ന് ഉത്ഭവിച്ചു, അവിടെ ചർച്ചകൾ നടന്നു, ഇതൊക്കെ ചെയ്ത് അങ്ങനെ ഒരു പേരങ്ങ് വീണു. അപ്പോൾ മട്ടാഞ്ചേരി മാഫിയ ഓപ്പറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും കോഴിക്കോട് നിന്ന്, ചെന്നൈയിൽ നിന്നോ ട്രിവാൻഡ്രത്തു നിന്നോ ഒക്കെ ആയിരിക്കും. സംഭവം മട്ടാഞ്ചേരി മാഫിയ ഒരു ബ്രാൻഡ് നെയിമാണ്, അങ്ങനെ സംഭവിച്ചതാണ്. സോ ഇറ്റ് ഈസ് ദെയർ. അതുണ്ട് എന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെ സമ്മതിക്കും. പലരും എന്നോട് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്.
അതിലെ മെമ്പർമാരാരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലൊരു പ്രസക്തമല്ല. കാരണം ഈ പറഞ്ഞ പോലെ അതിന് തെളിവൊന്നുമില്ല. ഞാൻ ഈ ഇരിക്കുന്ന TG മോഹൻദാസ് വലിയൊരു മാഫിയയുടെ തലവനാണെന്ന് നാളെ ഡയാന അറിയുമ്പോൾ അയ്യോ ഇങ്ങനൊരു ഇതിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കും. അത്രയ്ക്ക് സമർത്ഥമായിട്ടാണ് മാഫിയ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് മാഫിയ ഈസ് നോട്ട് ഓൾവേസ് ബാഡ് കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങൾ മാഫിയ ചെയ്യുന്നുണ്ട്. സാധുക്കൾക്ക് പഠിക്കാൻ സഹായിക്കുക, ഇത് അങ്ങനെയാണ് അവർ. റോബിൻ ഹുഡ് എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരാണ്. കുറേ അവർ പലരെയും കൊള്ളയടിക്കും, പക്ഷേ കുറച്ച് പേർക്ക് സഹായം കൊടുക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മാഫിയയുണ്ട്. സിനിമാ രംഗത്തും അതുകൊണ്ട് അവരും ഒക്കെ ഇതിൽ ഏർപ്പെട്ട് കാണും. ഇപ്പം ദിലീപ് കാരണം ഒരുപാട് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വാർത്തകൾ ഇതിനോടൊപ്പം തന്നെ കയറി വരുന്നുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെയാണ് TG പ്രതികരിക്കുന്നത്? ഒന്നും ചെയ്യാണ്ട് ഒരാളെ സ്വാഭാവികമല്ലേ. ഡയാന ഒരു സിനിമ പിടിക്കുന്നു, എനിക്കതിലൊരു റോളുണ്ട്, മോഹൻലാലിനൊരു റോളുണ്ട്. മോഹൻലാലിൻ്റെ അടുത്ത് പോകുന്നു, മോഹൻലാൽ കഥയൊക്കെ കേൾക്കുന്നു. മോഹൻലാൽ ചോദിക്കുന്നു, അതേ ഈ സിനിമയിൽ കൂടെ ഞാനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നൊരു കഥാപാത്രമുണ്ടല്ലോ, അതാരാ അഭിനയിക്കുന്നത്? അങ്ങനെക്കാണ് മാക്സിമം ഇത് ഞാൻ കാണുന്നത്. അല്ല അതിങ്ങനെ മോഹൻദാസാണ്. മോഹൻദാസ്? ഏത് മോഹൻദാസ്? അല്ല അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഞാൻ അറിയില്ല, ആളാരാ? ഏതായാലും എനിക്ക് പറ്റില്ല ഇങ്ങനെ ഈ അപരിചിതന്മാരും ഒക്കെ ആയിട്ട്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ജയറാമിനെ വയ്ക്കുക, അല്ലെങ്കിൽ സിദ്ദിഖിനെ വയ്ക്കുക. ഡയന എന്തു ചെയ്യും? മോഹൻലാൽ വേണ്ട, മോഹൻദാസ് മതി എന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കും? ഇല്ല, മോഹൻദാസ് വേണ്ട, മോഹൻലാൽ മതി എന്ന് തീരുമാനിക്കും. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു നല്ല കാര്യമല്ലല്ലോ. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, ഇത് മോഹൻലാലിൻ്റെ റെപ്യൂട്ടേഷനെ കൂടെ ബാധിക്കുന്ന കാര്യമാണ്. മോഹൻലാൽ ആരുടെ കൂടെ അഭിനയിക്കുന്നു എന്നുള്ളത് മോഹൻലാലിൻ്റെ ഒരു കൺസേണാണ്. ഒരു അഭിനയ സിദ്ധിയുമില്ലാതെ വെറും ഡയറക്ടറായ ഡയാനയ്ക്ക് പരിചയമുള്ള ആൾ, ഇഷ്ടമുള്ള ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ അഭിനയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ഷീണം വരുന്നത് മോഹൻലാലിനാണ്. കാരണം മോഹൻലാൽ ഓൾറെഡി ഒരു പെഡസ്റ്റലിൽ എത്തിയ ആളാണ്. ഇത് മോഹൻലാലിനുണ്ടാവും, മമ്മൂട്ടിക്കുണ്ടാവും, സുരേഷ് ഗോപിക്കുണ്ടാവും, ദിലീപിനുണ്ടാവും, ജയറാമിനുണ്ടാവും. ജയറാമിൻ്റെ വഴിയെ പോകുന്ന ഒരാൾ അഭിനയിക്കും, ജയറാം പറയും ഞാനില്ല. കാരണം എൻ്റെ സ്റ്റേച്ചർ കുറയും. അതുകൊണ്ട് ഇത് അയാൾ കാരണം എൻ്റെ ചാൻസ് പോയി എന്നൊക്കെ പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം ഇങ്ങനെയാണ് കരിയർ ആൾക്കാർ ബിൽഡപ്പ് ചെയ്ത് വരുന്നത്. എത്രയോ അവസരങ്ങൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും ദിലീപിനും നഷ്ടപ്പെട്ട് കാണും. എത്ര പേരുടെ വാതുക്കൽ അവർ ഓച്ചാനിച്ച് നിന്ന് കാണും. എത്ര വെയിൽ കൊണ്ട് കാണും. എന്തെല്ലാം ചെയ്ത് കാണും. അങ്ങനെയല്ലേ അവർ ഈ ഉയരത്തിലെത്തിയത്. ഇതൊന്നും ചെയ്യാതെ എന്നെ ദിലീപ് തോളത്തെടുത്ത് സിനിമയിലേക്ക് കയറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അവനും ഒന്ന് ബുദ്ധിമുട്ടി വരട്ടെ എന്ന് ദിലീപ് ആഗ്രഹിക്കുകയില്ല, പെരുമാറുകയില്ല. പക്ഷേ ബുദ്ധിമുട്ടാൻ എൻ്റെ തലയിൽ അങ്ങനെ ആണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയല്ലേ പറ്റുള്ളൂ. ചിലർ ബൈ ലക്ക് കയറി വരും. രാജ് കപൂറിൻ്റെ ഗാങ് പോലെ എല്ലാ കപൂർമാരും സൂപ്പർ സ്റ്റാറുകളായിട്ട് മാറുന്നു. അതൊക്കെ ഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാണ്. ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പം ദിലീപ് കുറ്റമുക്തനായി എന്ന് പറയുമ്പോഴും പലരും അത് പലർക്കും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണം? നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ ഈ നാട്ടിലൊരു കോടതിയുണ്ട്. കോടതി കുറ്റമുക്തനാക്കിയ വിരൽ ചൂണ്ടുന്ന പോലെ ആവില്ലേ? തീർച്ചയായും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നീതിന്യായ വ്യവസ്ഥയ്ക്കെതിരെ നിങ്ങൾക്ക് വിരൽ ചൂണ്ടാം. ഇത് നീതിയുമല്ല ന്യായവുമല്ല എന്ന് വിരൽ ചൂണ്ടി തന്നെ നിങ്ങൾക്ക് പറയാം. അതിന് ജഡ്ജ്മെൻറ്റെങ്കിലും വായിക്കണ്ടേ? അതുമില്ല. ഇനി ജഡ്ജ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അപ്പീൽ പോകാം എന്നുള്ളതല്ലാതെ അവർ വെറുതെ വിട്ട ഒരു പ്രതിയുടെ അയാളുടെ പിന്നാലെ പോകുന്നത് എന്ത് മര്യാദയാണ്? നിങ്ങൾക്കിത് തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പീൽ പോകാം. അയാൾ ദിലീപ് കുറ്റം ചെയ്തതാണ്, അത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി, കുഴപ്പമില്ല. ബട്ട് ദിലീപിനെതിരെ ഒരു ക്യാമ്പയിൻ ഇപ്പം നടക്കുന്നു. ഞാൻ തുടങ്ങിയെടുത്ത് തിരിച്ചു വരികയാണ്. ഈ മീഡിയ ക്യാമ്പയിൻ മീഡിയയ്ക്ക് തന്നെ ദോഷമായിട്ട് വരുന്ന ആളെ. മീഡിയയിലെ എത്ര പേര് എത്ര കേസുകളിൽപ്പെട്ട് നിൽക്കുന്നുണ്ടെന്നറിയാമോ? എത്ര FIRകൾ ഇവരുടെയൊക്കെ പുറകിലുണ്ടെന്നറിയാമോ? ഇതൊക്കെ കൂടെ ഒരു ദിവസം അശനിപാതം പോലെ കേരളത്തിലെ മീഡിയയുടെ തലയിൽ വീഴും. ഇപ്പോൾ ഒരു 4, 5, 6 പേരാണ് പലവിധ FIRൽ. ഇപ്പോൾ TV കിടന്ന് ചിലയ്ക്കുന്ന പലരും
പോക്സോ കേസിലെ പ്രതികളുണ്ട്. ആ വാർത്ത ആരും കൊടുക്കില്ല. എല്ലാ ചാനലും ചേർന്നുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. നിൻ്റെ കേസ് ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല, എൻ്റെ കേസ് നീ റിപ്പോർട്ട് ചെയ്തത്, ആ രീതിയിൽ. ബട്ട് ഇത് ഇനി കൂടി വരും. ബെല്ലും ബ്രേക്കും ലക്കും ലഗാനും ഇല്ലാതെ ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ മനോരമയുടെ ജോണി ലൂക്കോസിൻ്റെ പ്രസംഗം. അതെന്തോ പത്രലേഖകരുടെ സമ്മേളനമാണ്. അതിൽ പ്രസംഗം യൂട്യൂബിലുണ്ടത്. അതിൽ ജോണി ലൂക്കോസ് പറഞ്ഞു, നേരത്തെ ചാനലുകളിൽ ജേർണലിസ്റ്റ് ഫീൽഡിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിരുന്നു. മിടുക്കൻ സർവൈവ് ചെയ്യും, ഒരു മിടുക്കും ഇല്ലാത്തവൻ പുറത്തു പോകും, വേറെ വല്ല ജോലി അന്വേഷിക്കും, ഇതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, സർവൈവൽ ഓഫ് ദ ഷെയിംലെസ്. ജോണി ലൂക്കോസിൻ്റെ വാക്കാണ് സർവൈവൽ ഓഫ് ദ ഷെയിംലെസ്. ലജ്ജാനാശം ഈ വാക്കാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറഞ്ഞത്. ലജ്ജാനാശം സംഭവിച്ചിരിക്കുന്നു മീഡിയ രംഗത്ത്. നോട്ട് ബൈ മീ, ജോണി ലൂക്കോസ് പറഞ്ഞതാണ്. ഈ ലജ്ജാനാശത്തിൻ്റെ മത്സരത്തിൽ ഒരു ദിവസം ഈ മീഡിയ സ്വയം കുടുങ്ങും, സ്വയം ഒരുക്കിയ കെണിയിൽ അവർ വീഴും. രാഷ്ട്രീയ നിരീക്ഷകനായ TG മോഹൻദാസ് ഇപ്പൊ ദിലീപിനെ പറ്റി പറയുന്നത് നമ്മളിപ്പോൾ കേട്ടു. ദിലീപ് കുറ്റക്കാരനല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് അങ്ങ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് അങ്ങ് സംസാരിക്കുന്നില്ല? അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഞാനെപ്പോഴും അതിജീവിതയ്ക്ക് നീതി കിട്ടണം. നിങ്ങൾ ഈ പറഞ്ഞ നീതിയാണെങ്കിൽ അത് കിട്ടണം, അത് കിട്ടുകയും ചെയ്തു. അതിജീവിതയെ കൂട്ടബലാത്സംഗം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. അവരുടെ ശിക്ഷ അതാ 12-ാം തീയതി പറയാൻ പോകുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടു. അതിൽ കൂടുതൽ എന്താണ് അതിജീവിത പ്രതീക്ഷിക്കുന്നത്? അതിജീവിത ഇതുവരെ പറഞ്ഞിട്ടില്ല ദിലീപിനെ ശിക്ഷിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ അതിജീവിത ദിലീപിനെതിരെ ഒന്നും തന്നെ കോടതിയിലും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിലോ മറ്റോ ദിലീപിൻ്റെ പേര് വരുന്നുണ്ട്. ഇതല്ലാതെ ഒരു വക്കീൽ എന്നോട് പറഞ്ഞാണ്, എത്ര കണ്ട് സത്യമാണെന്ന് അറിയില്ല, ഇതല്ലാതെ അവർ വിചാരണ സമയത്ത് ഒന്നും തന്നെ ദിലീപിൻ്റെ പേര് അവർ പറഞ്ഞിട്ടില്ല. ദിലീപിൻ്റെ പേര് വരുന്നത് തന്നെ പിന്നെയല്ലെന്ന്, കേസ് തുടങ്ങുന്ന ഒരു ബലാത്സംഗ കേസായിട്ടാണ്. പിന്നെയാണ് ദിലീപ്, പിന്നെ അത് ഫിസിൽ ഔട്ടായി പോകുമെന്ന് ഭയന്നിട്ട് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഒരാളെ രംഗത്തിറക്കി. ഞാനിത് കണ്ടോട് ബാലേന്ദ്രകുമാർ പറഞ്ഞു, ആ ദിലീപ് ഒരുപാടൊക്കെ സംസാരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് അകത്ത് പോയിട്ട് മദ്യപിച്ചിട്ട് വരുന്നു. ഞാനപ്പോഴേ വിചാരിച്ചു, ദൈവമേ, ഈ മൊഴിയൊക്കെ കോടതിയിൽ തള്ളിപ്പോകുമല്ലോ. കാരണം കള്ളു കുടിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഗൗരവവും ഒരു കോടതിയും കൊടുക്കുകയില്ല. ഇൻടോക്സിക്കേറ്റഡാണ് കള്ളു കുടിക്കുന്ന ആൾക്കാർ, നമുക്കറിയാമല്ലോ. കുടിക്കുമ്പോൾ അവരിങ്ങനെ വലിയ വീരവാദമൊക്കെ പറയും. ഞാൻ അവനെയൊക്കെ വകവരുത്തിയിട്ട് ബാക്കിയായിരുന്നു, നീ നോക്കിക്കോ, നാളെ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവനെ ഞാൻ, അപ്പോൾ ബാക്കിയുള്ളൊരു പിടി, നീ ഇപ്പം ഇരിക്കും, ബഹളം വയ്ക്കുക, അവിടെ ഇത് കഴിഞ്ഞു എണീറ്റ് കഴിയുമ്പോൾ എന്തെല്ലാം ഗീർവാണ് അടിച്ചെന്ന് ഈ മനുഷ്യന് പോലും ഓർമ്മയുണ്ടാവില്ല. ഇതാണ് ഇത് ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ ബാലേന്ദ്രകുമാർ തന്നെ മദ്യപിച്ചിട്ടാണ് ഇയാൾ ദിലീപ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പോയി മദ്യപിക്കുമായിരുന്നു, ടോപ്പപ്പ് ചെയ്യുമായിരുന്നു എന്ന് വരെ പറഞ്ഞു. അങ്ങനെ ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കഴിഞ്ഞാലുണ്ട്, ആ മൊഴിക്ക് ഒരു വിശ്വാസ്യതയും കോടതി കൊടുക്കില്ല. ഇനി കോടതി ചോദിച്ചാൽ തന്നെ ദിലീപിന് പറഞ്ഞു, ഞാൻ മദ്യപിച്ചിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്. മദ്യപിക്കുമ്പോൾ ഒരുപാട് വീരസ്യമൊക്കെ എല്ലാവരും പറയും, കണ്ടില്ല, സാധാരണ മദ്യപന്മാരെ കണ്ടില്ല, വിടറായെന്ന് ഞാൻ തീർത്തിട്ട് ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പൊങ്ങച്ചം പറയും. അത് കഴിഞ്ഞിട്ട് ഇയാളുടെ ഈ കെട്ടുവിട്ട് കഴിയുമ്പോഴല്ലേ ഇയാൾക്ക് ഓർമ്മയും ഉണ്ടാവില്ല എന്താ പറഞ്ഞത്. അതൊക്കെ ഒരു കോടതിയിൽ എഴുന്നള്ളിക്കാവുന്ന മൊഴികളാണ്. അതിൻ്റെ പേരിൽ എത്ര വലിയ ക്യാമ്പയിനാണ് നടന്നത്. അതൊക്കെ മഹാമോശമായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഒരു വ്യക്തിയെ വളഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ ദിലീപിനെ കണ്ടിട്ടില്ല കേട്ടോ. ഐ ഹവ് നോട്ട് സീൻ ഹിം, സ്ക്രീനിൽ കണ്ടതല്ലാതെ. അപ്പോൾ പക്ഷേ ഒരാളിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിനൊരു പരിധി വരണമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ശരി, ഒരു ക്രിമിനൽ കേസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിൽ പക്ഷം ചേരാൻ പിടിക്കാം, അതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണം. അതെല്ലാം വിട്ടിട്ട് ദിലീപിനെ നശിപ്പിച്ച് അടങ്ങൂ എന്നൊരു വാശി ചാനലിലുള്ളവർക്ക്, സിനിമയിലുള്ളവർക്ക് മനസ്സിലാക്കാം. ചാനലിലുള്ളവർക്ക് എന്താ ദിലീപിനോട് വാശി? അപ്പോൾ അതെന്തോ പെയ്ഡ് വാശിയാണ് എന്ന് സംശയിക്കേണ്ടി വരും. പെയ്ഡാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സംബഡി ഈസ് ബിഹൈൻഡ് ദാറ്റ്. അല്ലെങ്കിൽ ഒരു കാരണവും കൂടാതെ ദിലീപിനോട് ശത്രുത ഇവർക്ക് വരാൻ എന്താ കാര്യം? അതിനെന്താ കാരണം?
ഇവരെ സംബന്ധിച്ചോളം ദിലീപ് വലിയൊരു സിനിമാ നടനാണ്, മറ്റൊരു വലിയൊരു സിനിമാ നടിയാണ്. രണ്ടുപേരെയും തുല്യമായിട്ട് കാണണ്ടേ? അപ്പോൾ അവർക്ക് സംഭവിച്ച കുഴപ്പത്തിൽ ഖേദിക്കുമ്പോൾ പോലും ഇങ്ങേർക്ക് ഒരു മാനനഷ്ടം സംഭവിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇത് ചെയ്യുമോ? സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതല്ല. വളഞ്ഞ് മൂക്കെ പിടിക്കുന്ന പോലെ ഒരുത്തനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യിച്ച് അതിൻ്റെ വീഡിയോ ഇതിൽ പാട് ഇതിൽ കൊന്നു കളയരുതോ? ഒരു ലോജിക്കും ഇല്ലാത്ത. ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, കണ്ടുപിടിക്കുക തന്നെ വേണമെന്നുള്ള കാര്യം പുള്ളി തന്നെ മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം. അപ്പം എന്താണേലും ശിക്ഷാവിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. ശിക്ഷ എന്താണ് വിധിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. നന്ദി. ലെഫ്റ്റ് മൈസെൽഫ്, ഞാനൊരു ലാസ്റ്റ് വേർഡായിട്ട് പറയാം. ദിലീപ് അത് പറഞ്ഞത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ദിലീപിന് വിലപ്പെട്ട 8 വർഷങ്ങൾ നഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ പ്രതികാരം, അത് ചെയ്തത് ആരാണ്, അതിൻ്റെ ഗൂഢാലോചന കണ്ടുപിടിക്കുക, അതിൻ്റെ കേസ് എന്നൊക്കെ പറഞ്ഞ് പോവാതെ ഇതങ്ങ് വിട്ടേക്കുക. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്തെങ്കിൽ കർമ്മ വിൽ ക്യാച്ച് ദം. അത് വിട്ടേക്കുക. ശിഷ്ടജീവിതത്തിൽ എക്സലൻസിന് വേണ്ടി ശ്രമിക്കുക. ദിലീപ് അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ദിലീപിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. അതങ്ങ് ക്യാൻസൽ ചെയ്യും മനസ്സിൽ നിന്ന്. കഴിഞ്ഞു, അത് പോയത് പോട്ടെ. ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്ന് സംസ്കൃതത്തിൽ പറയും. പോയത് മോശപ്പെട്ടതൊക്കെ ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻസാണ്. നമ്മളുടെ ജഗ്ഗി വാസുദേവ് പറയുന്നത്, യു ഹാവ് 2 ഓപ്ഷൻസ്. ഒന്ന്, യു ക്യാൻ ബിക്കം വൈസ്. നമ്പർ 2, യു ക്യാൻ ബിക്കം വൂണ്ടഡ്. ഇപ്പോൾ വൈസാകണോ മുറിവേറ്റവനാകണോ, ഇത് തീരുമാനിക്കേണ്ടത് ദിലീപാണ്. പ്രതികാരമൊന്നും വേണ്ട, അതിൻ്റെ പിന്നാലെയും പോകണ്ട. അത് കർമ്മം അതിൻ്റെ ചക്രം തിരിഞ്ഞ് വരട്ടെ, എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ എന്ന് വിട്ടിട്ട് വൈസായിട്ട് മുന്നോട്ട് പോകാം. അതല്ല മുറിവേറ്റവനായിട്ട് ഞാനിത് പകരം വിട്ടിട്ട് ബാക്കി കാര്യം എന്നും തീരുമാനിക്കാം. ചോയ്സ് ഈസ് യുവേഴ്സ്. ബട്ട് ഫസ്റ്റ് തിങ്, ബി വൈസ് എന്നാണ് എനിക്ക് ദിലീപിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു.